സുഗന്ധത്തോടു കൂടിയ ഒരു പിടി മണ്ണ്. ഈ മണ്ണിലൊരു സുഗന്ധം ഉണ്ട് എന്നാണ്. ആ സുഗന്ധത്തിനെ നമ്മൾ ക്രാഫ്റ്റാക്കി മാറ്റുകയാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ. ചുടുമൺ ശില്പം അല്ലെങ്കിൽ ചുടുമൺ ചിത്രം. അതിന് കുറച്ച് അരിഞ്ഞിട്ടിട്ടൊന്ന് വെള്ളം കൂട്ടിയിട്ടൊന്ന് കുഴച്ചെടുക്കും. ജീവനുള്ള തിരുമേനി. എത്ര സമയം എടുത്തു ഇങ്ങനത്തെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് പോർട്രേറ്റ് നമ്മളെ മ്യൂറൽ ചെയ്യുമ്പോൾ അത്ര ഈസി അല്ല. നമ്മളെ നജീബ, നമ്മളെ വായിച്ചറിഞ്ഞിട്ടുള്ള നജീബാണ്. നിങ്ങളുടെ മനസ്സിൽ കണ്ട നജീബാണ് നിങ്ങളുടെ പോർട്രേറ്റിൽ. പക്ഷെ നമ്മളെ ഉള്ളിലുള്ള അയാളുടെ ഭാവങ്ങൾ, അയാളുടെ ഇമോഷൻസ് അത് അതേ ഹീറ്റോട് കൂടി തന്നെ നമ്മൾ മണ്ണിലേക്ക് അപ്ലൈ ചെയ്യണം. തീലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ? അതെ അതെ. മിക്കവാറും ഇതുപോലെ പൂജാമുറിയിൽ വെക്കാം. ഏട്ടക്കാരനും ആ ഒരു ഗാംഭീര്യമുണ്ട്. ആ ഒരു ആദിവാസികൾ ഇപ്പൊ ഗൂഡല്ലൂർ അമ്പുമലയിൽ നിന്ന് തൊട്ട് ഇങ്ങോട്ടുള്ള ഭാഗത്തുള്ള എല്ലാ ട്രൈബ്സും ഉത്സവത്തിന് വരും. നിലമ്പൂർ പാട്ടുത്സവത്തിന്. ഈ മണ്ണ് എന്ന് പറയുമ്പോൾ പലരുടെയും വിചാരം എക്സ്റ്റീരിയറിൽ നനഞ്ഞു പോകുമെന്നുള്ളതാണ്. നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് മണ്ണല്ല. മണ്ണിനെ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പാറ പോലെ ഉറച്ച വേറൊരു മെറ്റീരിയലാണ്. ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള പാരമ്പര്യ രീതിയിലെ ഇലച്ചാറുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചിത്രണ രീതിയാണ്. അപ്പൊ ആ രീതിയും മൺപാത്ര നിർമ്മാണവും രണ്ടും കൂടി സംയോജിച്ചുകൊണ്ടുള്ള ഒരു അപ്ലിക്കേഷൻ. അപ്പൊ ഈ നോട്ട് കമ്പനികൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ആവശ്യമുള്ള ഒരു പാകത്തിൽ അതിനാവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ കൊണ്ടുവരുള്ളൂ. ഉണങ്ങി സൂക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇത് നനവിൽ വേണത് വർക്ക് ചെയ്യാൻ. ആർട്ടിലേക്ക് വരണ്ടെന്നുള്ളതിലേക്ക് വഴി മാറിപ്പോയ ആളാണ്. പിന്നെ ഈ പാഷനൊരു കുഴപ്പമുണ്ട്. പാഷ നമ്മളെ പിടിച്ച് അതിലേക്ക് ഇടും.